ഒരു കഥ പറയട്ടെ. നിനക്ക് ഭാവനയില്ലെന്ന് പറഞ്ഞ് പുറത്താക്കപ്പെട്ട ഒരാളുടെ കഥ. ഇന്ന് നമ്മൾ കാണുന്ന അത്ഭുത ലോകമായ ഡിസ്നി ലാൻഡ് ഉണ്ടല്ലോ, അതുണ്ടായതേ ലോകം മുഴുവൻ പരാജയം എന്ന് വിധി എഴുതിയ ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ്. ഒരു പത്രത്തിലെ കാർട്ടൂണിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന വാൾട്ട് ഡിസ്നി എന്ന് പറയുന്ന ആളാണ് കേട്ടോ ഇതിന്റെ കാരണക്കാരൻ. പെട്ടെന്നൊരു ദിവസം കാരണമൊന്നും അറിയാതെ ഈ പത്രത്തിന്റെ എഡിറ്റർ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇയാൾക്കൊട്ടും ഭാവനയില്ല, പുതിയ ആശയങ്ങളൊന്നും ഇയാളുടെ തലയിൽ ഉദിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. സ്വന്തം കഴിവില്ലായ്മ ഓർത്ത് അങ്ങനെ തളർന്നിരിക്കാനൊന്നും അദ്ദേഹം തയ്യാറായില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ആനിമേഷൻ സ്റ്റുഡിയോയും പൊളിഞ്ഞ് പാപ്പരായി. താമസിക്കാൻ ഇടമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ആ സമയത്ത് ഒരു പള്ളിയിലെ എലികളെ കണ്ടതിൽ നിന്നാണ് മിക്കി മൗസ് എന്ന ആശയം അദ്ദേഹത്തിന് കിട്ടുന്നത്. പക്ഷെ അവിടെയും അദ്ദേഹത്തിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. മിക്കി മൗസിനെ അവതരിപ്പിച്ചപ്പോഴേ കുറേ ആൾക്കാർ പറഞ്ഞു, ഒരു വലിയ എലിയെ കണ്ട് ആൾക്കാരൊക്കെ പേടിക്കും, അതുകൊണ്ട് ഇതും പരാജയപ്പെടുന്നു. അതും പറഞ്ഞ് അദ്ദേഹത്തെ പലരും പരിഹസിച്ചു. ഡിസ്നിലാൻഡ് എന്ന സ്വപ്നത്തിന് വേണ്ടി പണം ചോദിച്ചപ്പോൾ 300-ലധികം ബാങ്കുകളാണ് അദ്ദേഹത്തിന് ലോൺ നിഷേധിച്ചത്. പക്ഷേ വാൾട്ട് ഡിസ്നി വിശ്വസിച്ചിരുന്നത് ഒന്നേ ഉള്ളൂ, നമുക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ അത് നേടിയെടുക്കാനും കഴിയും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വിനോദ സാമ്രാജ്യത്തിൻ്റെ ഉടമയായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു. നമ്മൾ കഴിവില്ലാത്തവരാണെന്നും നമ്മളെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നും ഒക്കെ ലോകം മുഴുവനും പറയും. പക്ഷെ നമ്മളത് വിശ്വസിക്കരുത്. നമ്മുടെ ഉള്ളിലെ കഴിവിനെ നമ്മൾ മാത്രം വിശ്വസിച്ചാൽ മതി. ഒന്നോർക്കണം കേട്ടോ, പരാജയങ്ങൾ ഇന്ന് നമുക്ക് വഴികാട്ടികളാണ്. നമ്മുടെ സ്വപ്നങ്ങളെ മുറുകെ പിടിക്കുക, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക.